ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയൊരു ഇടം നേടിയ വോയിസ് ഓഫ് കാലിക്കറ്റ് ത്രൂ റേഡിയോ മാംഗോ ലിഷ്നേശിനെ ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Kindly inviting on to the stage for the felicitation address. A great good morning to all. ഈ ലാവൻഡേഴ്സ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ സൈഡിൽ വന്നിരുന്നപ്പം എല്ലാവരുടെയും മുഖങ്ങളൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. എവ്രിബഡി ഹാഡ് എ സ്മൈൽ. അത് ചില കാര്യങ്ങൾ നേടിയെടുത്തതിൻ്റെ ഒരു വല്ലാത്ത അഭിമാനമായിരിക്കാം. അന്ന് ഫൈസ പറഞ്ഞിട്ടുള്ള ഒരു കഥയിൽ ഞാൻ ഇതുവരെ കാണാത്ത ഫൈസയുടെ ഉമ്മയുടെ മുഖമുണ്ട്. അന്ന് ഫൈസ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതത്തിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ കാരണമായത് എൻ്റെ ഉമ്മയാണ് എന്ന്. അപ്പം ഞാൻ ആ ഉമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ ഉമ്മ മകൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു സ്പാർക്കിൽ എവിടെയൊക്കെയോ പഠനം നിർത്തിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ പല രീതിയിൽ പഠനം അപ്രാപ്യമായിട്ടുള്ള പല ആളുകൾക്കും വളരെ ഈസിലി ലഭ്യമാക്കാനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായി ഇ ലേണേഴ്സ് ഇന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റേഡിയോയിൽ രാവിലെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. ഷിനില എന്നാണ് ആ ഒരു ലേഡിയുടെ പേര്. അവരെ ഇപ്പോൾ ലോകം അറിയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഷിനില പ്രീ ഡിഗ്രി വെച്ച് പഠനം നിർത്തിപ്പോയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ഒരു ക്ലർക്കായിട്ട് ജോലി തുടങ്ങി. അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലായിരുന്നു. അപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ ഗുമസ്ത പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ലൈഫിൽ ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ഫയർ ഇട്ട് കൊടുത്തത് മകളാണ്. ഈ മകൾക്ക് അന്ന് പ്രായം 3 വയസ്സാണ്. അപ്പോൾ ഈ കുട്ടി അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അഡ്വക്കേറ്റാണ് എന്ന് പറയും. ആ മോൾ അന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആ അമ്മയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു സ്പാർക്കാണ് പിന്നീട് പ്രീ ഡിഗ്രി വെച്ച് മുറിഞ്ഞു പോയിട്ടുള്ള പഠനം വീണ്ടും തുടങ്ങാനും ഒരു അഡ്വക്കേറ്റ് ആവാനും ഉള്ള ഒരു ഊർജം നൽകിയത്. റേഡിയോയിൽ പ്രോഗ്രാമൊക്കെ ഇത്രയും വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളും ചോദിക്കാറുണ്ട്, ഒരു RJ ആവാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ പലപ്പോഴും തിരിച്ച് മറുപടിയായിട്ട് ഞാൻ പറയാറുള്ളത്, എന്നും പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി എന്നാണ്. അത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രോസസ്സല്ലല്ലോ. എന്നും നമ്മൾ ഓരോ പുതിയ കാര്യം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓരോ പുതിയ പ്ലാറ്റ്ഫോം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ പഠനം ഒരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു പ്രവൃത്തിയായി മാറട്ടെ. നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ പലതും പഠിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ പഠനം ഇന്നിപ്പോൾ കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളുകൾ ഇന്ന് വളരെയധികം അഭിമാനത്തോടു കൂടി ഈ തലയിൽ ആ തൊപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലിൽ നിന്ന് ഇരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുത്തതിൻ്റെ വല്ലാത്തൊരു ആവേശമുണ്ട്. ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും പഠിച്ച് മുന്നേറാൻ, ഇങ്ങനെ പഠിച്ച് മുന്നേറാൻ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം വളരെ മനോഹരമായി ഒരുക്കുന്ന ഇ ലേണേഴ്സ് ഈ ഒരു ഫംഗ്ഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ലിഷ്ന.